നന്മ 24ലേക്ക് സ്വാഗതം. ശക്തമായ മഴയാണ് മിക്ക സ്ഥലത്തും. പത്തനംതിട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ പ്രാവശ്യം കൂടുതലായി വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലനിന്നുകൊണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ മിക്കവാറും സ്ഥലത്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടക്കാത്തതുകൊണ്ട് ഇപ്പോഴും ഈ നീരൊഴുക്ക് തടസ്സപ്പെട്ട് കൂളവും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും അങ്ങനെ നിരവധി മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞുകൂടി ഈ തോടുകളും ഓടകളും എല്ലാം അടഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാം. ഇത് കേരളത്തിൻ്റെ IT നഗരമായ കൊച്ചി. ഈ കൊച്ചിയിൽ കടമ്പ്രയാർ മുഴുവനായും കരിങ്കോളം വന്ന നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാം. അല്പം വെള്ളം പോലും മുകളിൽ കാണാൻ പറ്റാത്തത്രത്തോളം കരിങ്കോളം വന്നും ചെളിയും അടിഞ്ഞ് നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുള്ളത് കാണാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതാണ് അവസ്ഥ. നീരൊഴുക്ക് ചാലുകൾ മുഴുവനും സെപ്റ്റിക് ടാങ്ക് മാലിന്യം, പ്ലാസ്റ്റിക് ഇതെല്ലാം വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നു. എല്ലാ വർഷവും മഴ എത്തുന്നതിന് മുമ്പ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വർഷം ഇലക്ഷനുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രവൃത്തി നേരത്തെ ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാദം. എന്നാൽ ഇത് ശരിയല്ല. കാരണം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വെള്ളക്കെട്ടും അത് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അപകടം സംഭവിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ തീർച്ചയായും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇത് ഇടപെട്ട് ഇതിന് പരിഹാരം കാണാൻ സാധിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് ഇതുപോലെയുള്ള പ്രവൃത്തികൾ നേരത്തെ ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും ഈ അലംഭാവം അരുത്. കാരണം വെള്ളക്കെട്ടുണ്ടായാൽ ദുരിതം നമ്മൾ കണ്ടതാണ്. ഈ ദുരന്തം അല്ലെങ്കിൽ ദുരിതം ഒഴിവാക്കാൻ അടിയന്തരമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.